ജഗതി ശ്രീകുമാർ വീണ്ടും സിനിമയിലേക്ക്. ഗഗനചാരി ചാരി എന്ന ചിത്രത്തിന് ശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ബല ചിത്രത്തിലാണ് ജഗതി അഭിനയിക്കുന്നത്. പിറന്നാൾ ദിനത്തിൽ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറക്കി. വിശദാംശങ്ങളുമായി എഡ്വിൻ പൗലൂസ് ചേരുന്നു. എഡ്വിൻ, വളരെ സന്തോഷകരമായൊരു വാർത്തയാണല്ലോ അത്. ജഗതി ശ്രീകുമാർ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ്. അദ്ദേഹം അപകടമായിട്ട് ഇത്ര വർഷം കിടപ്പിലായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് ആളുകളെ വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ കഥാപാത്രം എന്താണെന്നത് സംബന്ധിച്ചൊക്കെ വല്ല വിവരങ്ങളും കൂടുതലായിട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? സതീഷ് പറഞ്ഞ പോലെ തന്നെ ജഗതിയുടെ ജന്മദിനത്തിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ പുറത്തു വരുന്നത് ജഗതി ആരാധകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. കാരണം കുറച്ച് മുമ്പാണ് ഗഗനചാരി ടീമിൻ്റെ അടുത്ത സിനിമയായ വല എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജഗതി ശ്രീകുമാറിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തത്. അങ്കിൾ ലൂണ അഥവാ പ്രൊഫസർ അമ്പിളി എന്ന കഥാപാത്രത്തെയാണ് ജഗതി സിനിമയിൽ അവതരിപ്പിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ പോസ്റ്ററിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അരുൺ ചന്തു ഗഗനചാരിക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ തന്നെ ആദ്യത്തെ സോംബി സിനിമ എന്ന രീതിയിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു സിനിമ കൂടിയാണ് വല എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചിത്രത്തിൻ്റെ അനൗൺസ്മെൻ്റ് അടക്കം നടന്നത്. ഗൂഗിൾ സുരേഷ്, അതോടൊപ്പം തന്നെ അജു വർഗീസ്, ഗണേഷ് കുമാർ, അനാർക്കലി മരക്കർ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ഒരു സർപ്രൈസായി തന്നെയാണ് ജഗതിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ജഗതിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അല്ലെങ്കിൽ അത് പഴയ സിനിമ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ജഗതി വീണ്ടും സിനിമയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ട ജഗതി ആരാധകരും പങ്കുവച്ച ആഗ്രഹം. 2012 അപകടത്തിന് ശേഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം 2022 CB ദ ബ്രെയിൻ എന്ന ചിത്രത്തിൽ ജഗതി വിക്രം എന്ന കഥാപാത്രം ചെറിയൊരു ക്യാമി വേഷം ചെയ്തത്. അതിനുശേഷം വലിയൊരു ഇടവേള വന്നു. ഈ ജഗതിയുടെ നമ്മളിപ്പോഴും യൂട്യൂബിലും മറ്റും ജഗതിയുടെ പല സീനുകൾ വീണ്ടും ആവർത്തിച്ച് കാണുമ്പോഴും ജഗതി എന്ന മഹാപ്രതിഭയുടെ തിരിച്ചുവരവാണ് നമ്മൾ ആരാധകർ ഏറ്റവും വലിയ ആവേശത്തോടെ അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു സംഭവം. അതാണ് ഈ ജന്മദിനത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഏതൊരു ജഗതി ആരാധകനെ അല്ലെങ്കിൽ മലയാള സിനിമ ആരാധകനെ സംബന്ധിച്ച് ആ പോസ്റ്റർ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത്രയധികം വലുതാണ്. വീൽ ചെയറിലിരിക്കുന്ന മുടി ഉയർത്തി വെച്ചിരിക്കുന്ന നരച്ച വേഷത്തിലാണ് ജഗതി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. വളരെയധികം സന്തോഷം തന്നെയാണ് എല്ലാ ജഗതി ആരാധകർക്കും മലയാള സിനിമ ആരാധകർക്കും ഈ പോസ്റ്ററിലൂടെ ലഭിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സോംബി ചിത്രം എന്ന രീതിയിൽ പുറത്തിറങ്ങുന്ന വല, അരുൺ ചന്തു എന്ന സംവിധായകൻ, ഗഗനചാരി, അതിനു മുമ്പ് സാജൻ ബേക്കറി അടക്കമുള്ള സിനിമകൾ സംവിധാനം ചെയ്ത അരുൺ ചന്തുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന സിനിമ 2025 ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ്. കാരണം ഗഗനചാരി എന്ന ചിത്രം മലയാളത്തിലെ ഒരു സയൻസ് ഫിക്ഷൻ എന്ന രീതിയിൽ തന്നെ 2050കളുടെ കഥ പറഞ്ഞ ചിത്രം അത്രയധികം തന്നെ നിരൂപക പ്രശംസയും തിയേറ്ററിൽ വൻ വിജയം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അരുൺ ചന്തുവിൻ്റെ അടുത്ത സിനിമ വല, അത് സോംബി ചിത്രം വരുന്ന രീതിയിൽ തന്നെ അനൗൺസ്മെൻറ്റ് മുതൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. ആരാധകരുടെ വലിയ പ്രതീക്ഷ ഉയർത്തിയൊരു ചിത്രം തന്നെയായിരുന്നു വല. അപ്പോഴാണ് വലിയൊരു സർപ്രൈസായി തന്നെ ജഗതിയുടെ ക്യാരക്ടർ പോസ്റ്ററും ജഗതി സിനിമയിലുണ്ടെന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. ഇത് ഈ ജന്മദിനത്തിൽ അല്ലെങ്കിൽ 2025 മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമയിൽ വരുന്ന ഏറ്റവും വലിയ അനൗൺസ്മെൻറ്റായി തന്നെ കാണാം. കാരണം അത്രയധികം സന്തോഷമാണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. സനീഷ്, ശരി, നന്ദി എഡ്വിൻ വിവരങ്ങൾക്ക്. എന്തായാലും ജഗതി ശ്രീകുമാർ വീണ്ടും അഭിനയിക്കുന്നു. ഒരു കഥാപാത്രം കൂടെ അദ്ദേഹത്തിൻ്റെതായിട്ട് മലയാള സിനിമയ്ക്കും നമുക്കും ലഭിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് എഡ്വിൻ നൽകിയത്.